ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 ബേസിക് സയൻസിലെ ചാപ്റ്റർ 9 ആണ്. ഓൾറെഡി ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫുഡ് ആൻഡ് എക്സസൈസ് എന്നുള്ള ഭാഗം മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പേ അറ്റൻഷൻ ടു കോൺവെർസേഷൻ ഓഫ് എ മദർ ആൻഡ് ചൈൽഡ് വിത്ത് എ ഡോക്ടർ ഓൺ ദ ടോപ്പിക് ഓഫ് ഫുഡ് ആൻഡ് എക്സസൈസ്. ഒരു കുട്ടിയുടെയും അമ്മയുടെയും കോൺവെർസേഷൻ നമുക്കൊന്ന് നോക്കാം ഡോക്ടറുമായിട്ടുള്ളത്. ഡോക്ടർ, മൈ എൽഡർ ഡോട്ടർ ഈസ് വെരി ലീൻ ആൻഡ് ഷീ ഹാസ് നോ അപ്പിറ്റേറ്റ് അറ്റ് ഓൾ. വാട്ട് ഷുഡ് ഐ ഡു? അപ്പം നമുക്ക് ചെറിയ കുട്ടി, നമ്മുടെ എൽഡർ ഡോട്ടർ എന്ന് പറയുന്നത് വളരെ ലീനാണ്, അതുപോലെ തന്നെ വിശപ്പൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? ലീൻ ബോഡി നീഡ് നോട്ട് ബി എ മാറ്റർ ഓഫ് കൺസേൺ. ഷീ ഈസ് ഇൻ ബി ഗ്രോയിങ് സ്റ്റേജ്. ഇറ്റ് വിൽ ബി ഫൈൻ ആഫ്റ്റർ സം ടൈം ബട്ട് യു ഷുഡ് എൻഷുർ പ്രോപ്പർ ന്യൂട്രീഷ്യസ് ഡയറ്റ്. അപ്പോൾ തടി കുറഞ്ഞത് അത്ര വലിയ കാര്യമൊന്നുമല്ല, അവൾ വളർന്നോളും. പക്ഷെ ഫുഡ് കൊടുക്കുമ്പോൾ ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് ആണോ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നോക്കാൻ. ഡോക്ടർ, മൈ എൽഡർ സിസ്റ്റർ ഈറ്റ്സ് വെരി ലിറ്റിൽ ഫുഡ് ആസ് she thinks she will put on weight. My elder brother is obese. He loves to eat burger and sandwich and he eats them often. Is that a problem, doctor? അപ്പോൾ അവരുടെ ബ്രദർ എന്ന് പറയുന്നത് നല്ലപോലെ തടിയുണ്ട്, അത് ബർഗറും സാൻഡ്വിച്ചും ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന്. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? യൂസ് ഓഫ് സച്ച് ഹൈ കലോറി ഫുഡ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. അതുപോലെ ഹൈ കലോറി ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കുറയ്ക്കണം. ഹീ ഷുഡ് പ്രാക്ടീസ് റെഗുലർ എക്സസൈസും ചെയ്യണം. ഡിഡ് യു നോട്ടീസ് ദ കോൺവെർസേഷൻ വിത്ത് ദ ഡോക്ടർ? ഡോക്ടറായിട്ടുള്ള കോൺവെർസേഷൻ ശ്രദ്ധിച്ചോ? ഡോണ്ട് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് എക്സസൈസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ് ഡയറ്റ് ഫോർ പ്രോപ്പർ ഹെൽത്ത്? ഒരു പ്രോപ്പർ ഹെൽത്തിന് എക്സസൈസ് ചെയ്യണം. മോസ്റ്റ് ഓഫ് ദ ഒക്യുപ്പേഷൻസ് ദാറ്റ് പീപ്പിൾ എൻഗേജ് ഇൻ ദ പാസ്റ്റ് റിക്വയർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. പണ്ട് സോ ദേ യൂസ് ടു ഗെറ്റ് ബെനിഫിറ്റ് ഓഫ് എക്സസൈസ് വൈൽ വർക്കിംഗ്. പണ്ടുള്ളവരൊക്കെ ജോലി ചെയ്യുമ്പോൾ തന്നെ എക്സസൈസിൻ്റെ ബലം കിട്ടിയിരുന്നു. അങ്ങനെ ദേഹം ഇളകിയിട്ടുള്ള ജോലിയാണ് അവർ ചെയ്തിരുന്നത്. Most job people engage in nowadays demand lesser physical activities. Hence, it is essential to do exercise properly. Observe the picture. What do they do for exercise? What do you do for exercise? Discuss and present. അപ്പോൾ അവർ എക്സസൈസിന് ജിമ്മിന് പോയിട്ട് വെയിറ്റ് പൊക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് ഇൻ ദ സ്കൂൾ. റണ്ണിങ് ആൻഡ് പ്ലേ. അപ്പോൾ PT പീരീഡ് നല്ല രീതിക്ക് കളിക്കുക, റണ്ണിങ് ചെയ്യുക, പ്ലേ ചെയ്യുക. ദ വേൾഡ് ഓഫ് ഗെയിംസ്. ഒബ്സർവ് ദ പിക്ചർ. ഇൻ ബോത്ത് ദ ചിൽഡ്രൻസ് ആർ എൻഗേജ്ഡ് ഇൻ ഗെയിംസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ? വാട്ട് ഗെയിംസ് ഡു യു പ്ലേ ഇൻ യുവർ ഫ്രീ ടൈം? അപ്പോൾ ആ രണ്ട് ഗെയിംസ്, ഒന്ന് നല്ല ശരീരം ഇളകിയിട്ടുള്ള ഗെയിമാണ്, ഒന്ന് വെറുതെ ഇരുന്നിട്ട് കളിക്കുകയാണ് അല്ലേ, വീഡിയോ ഗെയിം. അപ്പോൾ നിങ്ങൾ എന്ത് ഗെയിമാണ് കളിക്കാറുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡു യു പ്രിഫർ പ്ലേയിങ് ഔട്ട്ഡോർ ഓർ ഇൻഡോർ? പേ അറ്റൻഷൻ ടു ദ ചിൽഡ്രൻസ് ഡയലോഗ്. നിങ്ങൾക്ക് പുറത്ത് പോയി കളിക്കാനാണോ ഉള്ളിലിരുന്ന് കളിക്കാനാണോ ഇഷ്ടം? ഐ പ്ലേ ഫുട്ബോൾ എവറി ഈവനിങ്. എല്ലാ ഈവനിങ്ങിലും ഫുട്ബോൾ കളിക്കും. വെൻ എവർ ഗെറ്റ് ഫ്രീ ടൈം ഐ പ്ലേ വീഡിയോ ഗെയിംസ്. എനിക്ക് ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ വീഡിയോ ഗെയിംസ് ആണ് കളിക്കുക. ഐ ലവ് പ്ലേയിങ് ചെസ്. എനിക്ക് ചെസ് കളിക്കാൻ ഇഷ്ടം. ഐ വാച്ച് TV വെൻ എവർ ഐ ആം ഫ്രീ. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ TV ആണ് കാണാറ്. ദർ ഈസ് എ സ്മോൾ പോണ്ട് നിയർ മൈ ഹൗസ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു കുളമുണ്ട്. എവറി ഡേ ഐ സ്വിം ഫോർ അവർ ആൻഡ് അവർ വിത്ത് മൈ ഫാദർ. ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് നീന്തും. ഡിഡ് യു നോട്ടീസ് ദ വേർഡ്സ് ഓഫ് ദീസ് ചിൽഡ്രൻ? ഔട്ട് ഓഫ് ദീസ് വിച്ച് ഗെയിം പ്രൊവൈഡ് എക്സസൈസ് ടു ദം? ഏതൊക്കെ ഗെയിമാണ് എക്സസൈസ് തരുന്നത്? ആക്ടിവിറ്റീസ് ഓർ ഗെയിം വിച്ച് പ്രൊവൈഡ് എക്സസൈസ്, അതിൻ്റെ ഡ്യൂറേഷനും ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യു എൻഗേജ്ഡ് ഡെയിലി ദാറ്റ് പ്രൊവൈഡ് യു എക്സസൈസ്? ലിസ്റ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്സ്? ഡു യു ഗെറ്റ് അഡ്യൂക്കേറ്റ് എക്സസൈസ്? നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാറുണ്ടോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ന്യൂട്രീഷ്യസ് ഡയറ്റ് ആൻഡ് പ്രോപ്പർ എക്സസൈസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഗുഡ് ഹെൽത്ത്? നല്ലൊരു ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ല എക്സസൈസും ചെയ്യണം, അതുപോലെ തന്നെ നല്ല ഡയറ്റും ഫോളോ ചെയ്യണം. ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്. അടുത്തത് നമ്മൾ സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയാറുള്ളത്. ലുക്ക് അറ്റ് ദ ഹാബിറ്റ്സ് ഓഫ് 2 ചിൽഡ്രൻ. 2 ചിൽഡ്രൻസിൻ്റെ ഹാബിറ്റ്സ് നമുക്ക് നോക്കാം. യൂസസ് മൊബൈൽ
ഫോൺസ് ഫോർ എ ലോങ് ടൈം അറ്റ് നൈറ്റ്. ലോങ് ടൈം കുറേ നേരം മൊബൈൽ യൂസ് ചെയ്യുന്നത്. സ്ലീപ്സ് വെരി ലേറ്റ്, നേരം വൈകി ഉറങ്ങുന്നത്. ഗോസ് ടു ബെഡ് ഏർലി ആൻഡ് ഹാസ് സൗണ്ട് സ്ലീപ്പ്, ബെഡിലേക്ക് നേരത്തെ പോകുന്നതും എന്നിട്ട് സൗണ്ട് സ്ലീപ്പും. വിച്ച് ഓഫ് ദീസ് ഈസ് യുവർ ഹാബിറ്റ്? വാട്ട് ആർ ദ ഹെൽത്ത് ഇഷ്യൂസ് കോസ്ഡ് ബൈ എക്സസ് യൂസ് ഓഫ് മൊബൈൽ ഫോൺസ്? ഒരുപാട് നേരം മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക? ഇൻസഫിഷ്യൻറ്റ് സ്ലീപ്പ്, വിഷൻ പ്രോബ്ലം, സ്ക്രീൻ അഡിഷൻ, ഉറക്കം അധികം കിട്ടില്ല, കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നം വരും, നമ്മൾ എപ്പോഴും അതിന് അഡിക്റ്റ് ആവും, ആൻസൈറ്റി വരും, ബോഡി വെയിറ്റ് ഗെയിൻ വരും, പിന്നെ ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, ഫാറ്റിഗ്, ക്ഷീണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഭക്ഷണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരും, നമ്മുടെ ബോഡി വെയിറ്റ് കൂടും. ഡോണ്ട് യു ആൾസോ യൂസ് എ മൊബൈൽ ഫോൺ? ഹൗ ലോങ് ഡോ യു യൂസ് മൊബൈൽ ഫോൺ ഡെയിലി? നിങ്ങൾ ദിവസം എത്ര ടൈമാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്? യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് എക്സസീവ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ ക്യാൻ ലീഡ് ടു മെനി ഹെൽത്ത് ഇഷ്യൂസ്. ഒരുപാട് നേരം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാവുന്നില്ലേ? ഒരു ഡിബേറ്റ് ഉണ്ടാക്കാം, അതിനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നമ്മൾ സ്ലീപ്പിനെ പറ്റി വായിച്ചു നോക്കാം. ദ ബോഡി ഗെറ്റ് പ്രോപ്പർ റെസ്റ്റ് ഡ്യൂറിങ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ബോഡിക്ക് നല്ല റെസ്റ്റ് കിട്ടും. ഇറ്റ് ഈസ് ഡ്യൂറിങ് ദിസ് ടൈം ദാറ്റ് ദ സെൽസ് റിപ്പയർ ദെയർ ഡാമേജ്. മസിൽസ് ആർ അറ്റ് റെസ്റ്റ് ഡ്യൂറിങ് സ്ലീപ്പ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ഒക്കെ റെസ്റ്റിലായിരിക്കും. ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ് ആൻഡ് ഡൈജസ്റ്റീവ് പ്രോസസ് സ്ലോ ഡൗൺ. മെനി കോംപ്ലക്സ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ അവർ ബോഡി ടേക്ക് പ്ലേസ് ഡ്യൂറിങ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. ദെയർഫോർ sleeping during daytime can never compensate the loss of sleep at night. Sleeping excessively is also not a good. ഒരുപാട് അത്യാവശ്യത്തിന് സമയം നമുക്കൊരു 7-8 മണിക്കൂർ ഉറങ്ങണം. അതിനേക്കാൾ കൂടുതൽ ഓവറായിട്ട് ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. എ പേഴ്സൺ ഓഫ് യുവർ ഏജ് നീഡ് 7 to 8 hours of sleep. What is the benefit of sound sleep at night? എന്താണ് സൗണ്ട് സ്ലീപ്പ് അറ്റ് നൈറ്റിൻ്റെ ബെനിഫിറ്റ്? സ്ലീപ്പിംഗ് ഡ്യൂറിങ് ഡേ ടൈം ഈസ് നോട്ട് കോമ്പൻസേഷൻ ഫോർ ദിസ് ലോസ് ഓഫ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. വൈ? നമ്മൾ രാത്രി ഉറങ്ങാത്തതിന് പകരം കിടന്ന് രാവിലെ ഉറങ്ങുന്നത് അതിൻ്റെ ഒരു പകരത്തിനാവുന്നില്ല. എന്താണ് അതിൻ്റെ റീസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സസൈസ് ആൻഡ് സ്ലീപ്പ് ആർ ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഫുഡ് ഫോർ ഹെൽത്ത്. ദ സീക്രറ്റ് ഓഫ് സ്ലീപ്പ്. സ്ലീപ്പിൻ്റെ സീക്രറ്റ് എന്താണെന്ന് നോക്കാം. ദ പ്രൊഡക്ഷൻ ഓഫ് മെലാട്ടോണിൻ നോൺ ആസ് ദ സ്ലീപ്പ് ഹോർമോൺ ഇൻക്രീസസ് അറ്റ് നൈറ്റ്. ഈ മെലാട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ, സ്ലീപ്പ് ഹോർമോൺ, രാത്രിയാണ് കൂടുതൽ. മെലാട്ടോണിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് in our body as a result of response of pineal gland towards darkness. darknessൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. The production of this hormone decreases at dawn due to the presence of light and as a result we wake up. രാവിലെ ആകുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. കോഫി, ടീ, കോള etc. stimulate us to stay awake, so avoid using these items before going to bed at night. അപ്പോൾ രാത്രി ഈ കോഫിയും ചായയും കോളയും ഒക്കെ കുടിക്കാതിരിക്കുക. ഫാറ്റിക്, lack of concentration, lethargy and short temper may result from sleeplessness. ഉറക്കമില്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടില്ല, ഷോർട്ട് ടെമ്പേർഡ് ആവും. അപ്പോൾ അതൊക്കെ സംഭവിക്കും. റൈറ്റ് ഡൗൺ യുവർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു യുവർ സ്ലീപ്പ്. അപ്രോക്സിമേറ്റ് ബെഡ് അറ്റ് ടൈം അറ്റ് നൈറ്റ്. നിങ്ങൾ എത്ര മണിക്കാണ് കിടക്കുക? അപ്രോക്സിമേറ്റ് ടൈം ഓഫ് വേക്കിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ്. എത്ര മണിക്കാണ് എണീക്കുക? ടോട്ടൽ നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട്? ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് സ്ലീപ്പ്. On the basis of the above note on sleep, check whether you are getting adequate sleep. Changes in lifestyle bring about many changes in diet, excessive sleep etc. These changes may lead to many health issues. Discuss the major health issues associated with this. അപ്പോൾ ഡയബറ്റീസ് എന്താണ്? നമ്മൾക്ക് ഡയബറ്റീസ് എന്ന് നോക്കാം. ഡു യു ഡ്രിങ്ക് ഷുഗർ ഫ്രീ ടീ? ഡിഡ് യു ഗെറ്റ് ഡയബറ്റീസ് അറ്റ് സച്ച് ആൻ ഏർലി ഏജ്? നിങ്ങൾക്ക് എന്താ ഇത്രയും ചെറുപ്പത്തിൽ ഡയബറ്റീസ് വന്നേ? ഏജ് ഈസ് നോട്ട് എ ഫാക്ടർ ഫോർ ഡയബറ്റീസ്. ഷുഗറിന് ഏജ് ഒരു കാരണമല്ല. വെൻ ഐ ടെസ്റ്റഡ് മൈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ യെസ്റ്റർഡേ ഇറ്റ് വാസ് 170 mg/dl. ഐ ചെക്ക്ഡ് മൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഫ്രീക്വൻ്റ്ലി. ആറിൻറ്റ് യു ഫെമിലിയർ വിത്ത് സച്ച് കോൺവെർസേഷൻ? ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് ഇതാക്കിയോ? വാട്ട് ഈസ് ഡയബറ്റീസ്? എന്താണ്? ദ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ 100 ml ഓഫ് ബ്ലഡ് ഈസ് 70 to 100 mg. ബ്ലഡ് ലെവലിൽ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 70 to 100 mg ആണ്.
ഡയബറ്റീസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബ്ലഡ് ഷുഗർ ലെവൽ റൈസസ് ഹൈലി. നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ്. ഹാവൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹെർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 170 mg/dl ഇൻഡിക്കേറ്റ്സ് എ ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ. വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്? ഡയബറ്റീസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഹൈ അപ്പിറ്റേറ്റ്, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, നല്ല വിശപ്പും നല്ല യൂറിനേഷൻ ഇടയ്ക്കിടയ്ക്ക്, ഡിലേ ഇൻ ഹീലിംഗ് ഓഫ് വുണ്ട്, മുറിവ് ഉണങ്ങാൻ ബുദ്ധിമുട്ട്, എക്സ്ട്രീം തേഴ്സ്റ്റ്, നല്ല ദാഹം, ഫാറ്റിക്, ക്ഷീണം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺഫേം ഡയബറ്റീസ് ബൈ ഒബ്സർവിംഗ് ദീസ് സിംറ്റംസ് അലോൺ. ഡയബറ്റീസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ടെസ്റ്റിംഗ് ബ്ലഡ് ആൻഡ് യൂറിൻ. ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തിട്ടാണ് ഡയബറ്റീസ് കണ്ടുപിടിക്കുക. ഇഫ് ഡയബറ്റീസ് ഈസ് നോട്ട് അണ്ടർ കൺട്രോൾ ഇറ്റ് മേ ലീഡ് ടു സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് സ്ട്രോക്ക്, കിഡ്നി ഡിസീസ്, പുവർ വിഷൻ എക്സെട്ര. ഡയബറ്റീസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്ട്രോക്കും കിഡ്നി ഡിസീസും പുവർ വിഷനും ഒക്കെ വരാം. ഡയബറ്റീസ് കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഒബ്സർവ് ദ പോസ്റ്റർ റിലേറ്റഡ്. ആ പോസ്റ്റർ ഒന്ന് നോക്കുക. എക്സസൈസ് ഡെയിലി, കൺട്രോൾ ഫുഡ് കൺട്രോൾ ചെയ്യുക, സേ നോ ടു ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്ക്, ആൽക്കഹോളിസം, സബ്സ്റ്റൻസസ് യൂസ് എക്സെട്ര. ഇപ്പോൾ പുക വലിക്കാതിരിക്കുക, കുടിക്കാതിരിക്കുക, അതൊക്കെ ചെയ്യുക കേട്ടോ. ഇൻസുലിൻ ആൻഡ് ഡയബറ്റീസ്. ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബോഡി ഈസ് കൺട്രോൾഡ് ബൈ ദ ഹോർമോൺ കോൾഡ് ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാൻക്രിയാസ്. അപ്പോൾ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ. അതാരാണ് ഉണ്ടാക്കുന്നത്? പാൻക്രിയാസ് ആണ് കേട്ടോ. 2 scientists named Frederick Banting and John McLeod discovered the hormone insulin in 1921. അപ്പോൾ ഇൻസുലിൻ കണ്ടുപിടിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റ് ആണ് അവർ. ടൈപ്പ് 1 ഡയബറ്റീസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബോഡി ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഇനഫ് ഇൻസുലിൻ ഡ്യൂ ടു ദ ഡാമേജ് ഓഫ് സെൽ വിച്ച് പ്രൊഡ്യൂസ് ഇൻസുലിൻ. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു കണ്ടീഷനാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി സീൻ ഇൻ ചിൽഡ്രൻ. അത് കൂടുതലായിട്ടും കാണുന്നത് കുട്ടികളിലാണ്. ബട്ട് ടൈപ്പ് 2 ഡയബറ്റീസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബോഡി ഈസ് അൺഎബിൾ ടു യൂസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ഓർ പ്രൊഡ്യൂസസ് ഇൻസഫിഷ്യൻറ്റ് ഇൻസുലിൻ. നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് അൺയൂസബിൾ ആയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് ഈസ് ദ കോമൺ വൺ. അതാണ് കോമൺ ആയിട്ടുള്ളത്. ലൈഫ് ലോങ് ഇൻസുലിൻ ഇഞ്ചെക്ഷൻ ഈസ് റിക്വയർഡ് ഫോർ ടൈപ്പ് 1 ഡയബറ്റീസ്. ഡയബറ്റീസ് 1 ഉള്ളവർക്ക് എപ്പോഴും ഇൻസുലിൻ അങ്ങോട്ട് കുത്തി കൊടുക്കണം. ബട്ട് ടൈപ്പ് 2 ഡയബറ്റീസ് ക്യാൻ ബി മാനേജ്ഡ് ബൈ അഡോപ്റ്റിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രോപ്പർ മെഡിക്കേഷൻ. മരുന്ന് കഴിച്ചുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് ബ്ലഡ് പ്രഷർ ആണ്. യുവർ BP is slightly higher. Reduce the quantity of salt in food. You should sleep well and do exercise. അപ്പോൾ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാനാണ് പറയുന്നത്. അതുപോലെ നല്ല രീതിക്ക് ഉറങ്ങാനും എക്സസൈസ് ചെയ്യാനും. Haven't you heard people say that BP is low or high? What is BP or blood pressure? Read the note. Blood pressure is the pressure exerted on the wall of the blood vessels as the blood flows through them. Blood flow ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വെസൽസിൻ്റെ മേലെ കൊടുക്കുന്ന ഒരു പ്രഷറാണ്. ബ്ലഡ് പ്രഷർ ഈസ് മെഷേർഡ് യൂസിങ് എ ഡിവൈസ് കോൾഡ് സ്പൈഗ്മാനോമീറ്റർ. ഓക്കെ, സ്പൈഗ്മോമാനോമീറ്റർ. A reading of 120/80 mmHg on this device indicates normal blood pressure. Smoking. Normal blood pressure, smoking, obesity, potassium deficiency, excessive salt intake and aging can cause variation in normal blood pressure level. എന്താണ്? സ്മോക്കിംഗ് കാരണമാണ് നമ്മൾ ഓവറായിട്ടുള്ള തടി, പൊട്ടാസ്യം കുറയുന്നത്, അതേപോലെ ഒരുപാട് ഫുഡ് എക്സസീവ് സോൾട്ട് കഴിക്കുന്നത്, ഇതൊക്കെ വയസ്സാകുമ്പോഴൊക്കെ ബ്ലഡ് പ്രഷർ കൂടും. വാട്ട് ആർ ദ മെഷേഴ്സ് ടു ബി ടേക്കൻ ഫോർ കൺട്രോളിങ് ബ്ലഡ് പ്രഷർ? ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരുപാട് ഉപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരിക്കുക, സ്മോക്കിംഗ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. കൊളസ്ട്രോൾ. സം ഫുഡ് ഐറ്റംസ് ഫ്രൈഡ് ഇൻ ഓയിൽ ആർ ഗിവൺ ഇൻ ദ പിക്ചർ. ഡു യു പ്രിഫർ ഫ്രൈഡ് ഐറ്റംസ് ഓർ സ്റ്റീംഡ് ഫുഡ് ഐറ്റംസ്? നിങ്ങൾ വറുത്ത് കോരിയിട്ടുള്ള ഭക്ഷണമാണോ അതോ പുഴുങ്ങിയിട്ടുള്ള ഭക്ഷണമാണോ കൂടുതൽ പ്രിഫർ ചെയ്യുക? യു ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ യൂസ് ഓഫ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? യു
have learned that cholesterol is one of the different types of fats in our body. നമ്മുടെ ബോഡിയിലുള്ള ഒരു ഫാറ്റാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അടിയിലുള്ള നോട്ട് ഒന്ന് വായിച്ചു നോക്കാം. ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ ബിലോ 200 mg per DL ഈസ് ദ ഐഡിയൽ കണ്ടീഷൻ. അത് ബിലോ 200 mg per DL ആണ് ഐഡിയൽ ആയിട്ടുള്ള കണ്ടീഷൻ. ദർ ആർ 2 types of cholesterol. ഗുഡ് കൊളസ്ട്രോൾ അതാണ് HDL ആൻഡ് ബാഡ് കൊളസ്ട്രോൾ LDL. Excess bad cholesterol get accumulated in the blood vessels and blocks the blood flow. അപ്പോൾ ഒരുപാട് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലഡ് ഫ്ലോ കുറയ്ക്കും, thus leading to heart attack. ഹാർട്ട് അറ്റാക്കിന് കാരണമാവും. ഇറ്റ് ആൾസോ ഹാംസ് ദ ലിവറിനും ബാധിക്കും. ആസ് ഗുഡ് കൊളസ്ട്രോൾ ഇൻക്രീസസ് ദ ചാൻസസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഡിക്രീസസ്. ഗുഡ് കൊളസ്ട്രോൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കുറയും. ഗുഡ് കൊളസ്ട്രോൾ ഇൻക്രീസസ് ദ ബോഡി വൈൽ ഡൂയിങ് എക്സസൈസ്. എക്സസൈസ് ചെയ്യുന്ന സമയത്താണ് ഗുഡ് കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യുക. സിമിലർലി ഫിഷ് ലൈക്ക് സാർഡൈൻ ആൻഡ് മക്കാരൽ, ഫുഡ് ഐറ്റംസ് ലൈക്ക് ലീഫി വെജിറ്റബിൾ, പൾസസ്, ഗ്രൗണ്ട് നട്ട്, വാൾനട്ട് എക്സെട്ര ഹെൽപ്പ് ഇൻ റേസിംഗ് ദ ലെവൽ ഓഫ് ഗുഡ് കൊളസ്ട്രോൾ. ഈ വാൾനട്ട് കഴിക്കുന്നത്, ചീര കഴിക്കുന്നത്, ഗ്രൗണ്ട് നട്ട് കഴിക്കുന്നത്, അതുപോലെ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ അയില, ഇതൊക്കെ കഴിക്കുന്നത് നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യും. വാട്ട് ആർ ദ ഹെൽത്ത് പ്രോബ്ലംസ് ദാറ്റ് മേ അറൈസ് ഫ്രം എക്സസീവ് കൺസപ്ഷൻ ഓഫ് ഫാറ്റി ഫുഡ്. ഒരുപാട് ഫാറ്റി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഉണ്ടാവുന്നത്? വാട്ട് ആർ ദ വേസ് ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഗുഡ് കൊളസ്ട്രോൾ. ഗുഡ് കൊളസ്ട്രോൾ എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത്. അടുത്തത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. സോ ഫാർ വി ഹാവ് ഡിസ്കസിങ് ദ ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് സം ഓഫ് ദ ഹെൽത്ത് ഇഷ്യൂസ് ദാറ്റ് മേ മാനിഫെസ്റ്റ് ഡ്യൂ ടു ഇറ്റ്. വാട്ട് ആർ ദ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആർ കോസ്ഡ് ബൈ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമ്മുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ദിസ് ഈസ് മെയിൻലി ഡ്യൂ ടു അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ലാക്ക് ഓഫ് എക്സസൈസ്, ഇൻഅഡ്യൂക്കേറ്റ് സ്ലീപ്പ്, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, സ്ട്രെസ് എക്സെട്ര. അപ്പോൾ ഇത് കാരണമൊക്കെയാണ്, അതായത് എക്സസൈസ് ചെയ്യാണ്ടിരിക്കുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, സ്മോക്കിംഗ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അങ്ങനത്തെ അതുപോലെ ആൽക്കഹോൾസ് ഉപയോഗിക്കുക, അപ്പോഴൊക്കെ വരുന്നതാണത് കേട്ടോ. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് മെനി ഓഫ് ദ ഡിസീസ് മെൻഷൻഡ് ഏർലിയർ ക്യാൻ ബി കെപ്റ്റ് ബേ ഓഫ് ദ ഫോളോ പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ. വെൽ സം ഓഫ് ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം മേ സച്ച് ഡിസീസ്. വോണ്ട് യു ഹെൽപ്പ് ദം ടു ലീഡ് ഹെൽത്തി ലൈഫ് ബൈ. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായില്ലേ എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? ക്യാൻസർ, ഹാർട്ട് ഡിസീസ്, ലിവർ സിറോസിസ്, ഒബീസിറ്റി, ടൈപ്പ് 2 ഡയബറ്റീസ്, ഡിപ്രഷൻ, ഹൈപ്പർ ടെൻഷൻ ആർ എക്സാമ്പിൾസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ എക്സാമ്പിളാണ്. ഇംപ്രോപ്പർ ലൈഫ് സ്റ്റൈൽ ക്യാൻ റെഡ്യൂസ് അവർ ഇമ്മ്യൂണിറ്റി. ഇംപ്രോപ്പർ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും. ദിസ് മേ ലീഡ് ടു മെനി അതർ ഡിസീസ് ഓർ അഗ്രവേറ്റ് ദം. ടേബുലേറ്റ് ദ ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ. ദ റിസൾട്ടിങ് ഹെൽത്ത് ഇഷ്യൂസ് ആർ ദ റെമഡീസ്. ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, അതുപോലെ റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് ഏതൊക്കെയാണെന്ന് അതിൻ്റെ റെമഡീസും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ടുഡേ വി എൻജോയ് മെനി ലിവിങ് ഫെസിലിറ്റീസ്. സോ കെയർ ഷുഡ് ബി ടേക്കൺ ടു സ്ലീപ്പ്, എക്സസീവ് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. We should be able to keep lifestyle disease at bay at giving by improper lifestyle. Examining the words and related to given below. അപ്പോൾ അടിയിലുള്ള വേർഡ്സ് ആണ് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട്? ലെറ്റ്സ് ഗീവ് അപ്പ് സബ്സ്റ്റൻസ് യൂസ്ഡ്, ലെറ്റ്സ് ഗീവ് അപ്പ് ടുബാക്കോ ആൻഡ് ടുബാക്കോ പ്രോഡക്ട്സ്, ലെറ്റ്സ് പ്രാക്ടീസ് ഈറ്റിംഗ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, സ്മോക്കിംഗ് ഒഴിവാക്കുക, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക, എക്സസീവ് സോൾട്ട് ഒഴിവാക്കുക, ഫ്രൈഡ് ഫുഡ്സ് ഒഴിവാക്കുക, സ്ലീപ്പിംഗ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, എക്സസൈസ് കൊണ്ടുവരിക. അപ്പോൾ അടുത്തത് കൊടുത്തിട്ടുള്ളത് ഫിസിക്കൽ പ്രോബ്ലംസും മെൻ്റൽ പ്രോബ്ലംസും സോഷ്യൽ പ്രോബ്ലംസാണ്. ഇമ്മ്യൂണിറ്റി ഓഫ് ദി ബോഡി ഡിക്രീസസ്. ഇമ്മ്യൂണിറ്റി എന്താ? സ്മോക്കിങ്ങും ആൽക്കഹോളിസംസ് ഒക്കെ കാരണം ഉണ്ടാവുന്നത്. പിന്നെ മെമ്മറി ആൻഡ് അനലറ്റിക്കൽ തിങ്കിങ് ഡിക്രീസസ്. മെമ്മറി കുറയും. കോസിങ് ലങ് ആൻഡ് ഹാർട്ട് റിലേറ്റഡ് ഡിസീസ്, ഹാർട്ട് ഡിസീസ് വരും. പിന്നെ മറ്റേതിൽ എന്താ വരിക? ആൻസൈറ്റിയും ഡിപ്രഷനും വരും. ഗെറ്റ്സ് ടെംപ്റ്റഡ് ടു എൻഗേജ് ഇൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ബിക്കം അഗ്രസീവ് ക്വിക്ക്ലി, പെട്ടെന്ന് അഗ്രസീവ് ആവും. സോഷ്യൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? കീപ്സ് ഡിസ്റ്റൻസ് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. ഫ്രണ്ട്സിൻ്റെന്നും ഫാമിലി മെമ്പേഴ്സിൻ്റെന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക.
ചെയ്യുക. മേക്ക് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഡിക്രീസസ് ഇൻട്രസ്റ്റ് ഇൻ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിക്രീസ് ചെയ്യുക ആവും. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഇഷ്യൂസ് കോസ്ഡ് ബൈ ദ യൂസ് ഓഫ് ഡ്രഗ്സ് ടു ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ സൊസൈറ്റിക്കും ഒറ്റയ്ക്കുമായിട്ടുള്ള ബുദ്ധിമുട്ട് മനസ്സിലായോ? അപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യാതെ ഇരിക്കുക. ഐ വിൽ സേ നോ ടു ഡ്രഗ്സ് ഫോർ എ ഹെൽത്തി ലൈഫ്. അപ്പോൾ ചാപ്റ്റർ ഇത്രയാണ് പറയുന്നത്. അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ പറ്റിയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് ഭാഗങ്ങളുണ്ട്. എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റസ് ആക്സസിൽ വരുന്നത് ഫൈൻഡ് ഔട്ട് ദ ആക്ടിവിറ്റീസ് വിച്ച് പ്രൊവൈഡ് എക്സസൈസ് ടു ദ ബോഡി. ഇതിലേതാണ് എക്സസൈസ് ടു ദ ബോഡിക്ക് വരുന്ന ആക്ടിവിറ്റീസ് കേട്ടോ. അത് നോക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ക്യാൻ ഹെൽപ്പ് ഒബീസ് പേഴ്സൺ ടു റെഡ്യൂസ് ദെയർ വെയ്റ്റ്. തടിച്ച ഒരാൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ്? വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഹെൽത്ത് ഇഷ്യൂസ് ദാറ്റ് ഫേസ്ഡ് ബൈ പേഴ്സൺസ് ഹൂ സ്ലീപ്പ് അറ്റ് നൈറ്റ്. രാത്രി ലേറ്റായിട്ട് ഉറങ്ങുന്ന ഒരാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ടു ഡിസീസ്. ഈസ് ഇറ്റ് റൈറ്റ്? അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾക്ക് കാരണമാണെന്ന് ശരിയാണോ എന്ന്? യെസ് ആണല്ലേ. അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടോ അവരുടെ ഗ്ലൂക്കോസ് ലെവലൊക്കെ ഒന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗെയിംസ്, ഫിസിക്കൽ എക്സസൈസിന് ഇതായിട്ടുള്ള ഗെയിംസ് ഏതൊക്കെയാണെന്ന് കളക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ലാസ്റ്റ് ചാപ്റ്ററാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഫൈനൽ എക്സാമിന് മുന്നായിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും.